ഏതെങ്കിലും രീതിയിൽ രോഗം വന്ന ഒരാൾ രോഗത്തെക്കാളും ഭീകരമായി യാചന നടത്തേണ്ട, കടത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥയിൽ രക്ഷിച്ചെടുക്കാനുള്ള ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ഒരാലോചന, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഇന്ത്യക്ക് ദിശ കാണിച്ചു കൊടുത്തൊരു സ്റ്റേറ്റാണ് നമ്മുടെ സ്റ്റേറ്റ്. നമ്മൾ അഭിമാനത്തോട് പറയാറുണ്ട്. ആ രീതിയിൽ ഒരിടപെടൽ, പ്രത്യേകിച്ച് എല്ലാവരും അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. എല്ലാവരും ഒരു രോഗം വന്നാൽ അതിൻ്റെ സങ്കടം നമ്മളൊക്കെ കാണുന്ന ആളുകളാണ്. അപ്പോൾ ആ രീതിയിൽ ഒരിടപെടൽ ഈ കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആയുഷ്മാൻ കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരിടപെടൽ നടത്തണമെന്നാണ് കോളിംഗ് അറ്റൻഷനിലൂടെ ബഹുമാൻ ആരോഗ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത്. ബഹുമാന്യനായിട്ടുള്ള അംഗം ഇവിടെ സൂചിപ്പിച്ച കാസ്പ് പദ്ധതി സർ 2021-22 ഇതിന്റെ ആദ്യ നടത്തിപ്പ് വർഷം. 2021-22 സർ. 21-22 മുതലുള്ള ഈ 3 വർഷക്കാലം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനം കേരളമാണ് സർ. 1600 കോടി രൂപയാണ് ഓരോ വർഷവും സംസ്ഥാന സർക്കാർ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്നത്. ഇതിൽ കേന്ദ്രം നൽകുന്ന വിഹിതം സർ ഓരോ കുടുംബങ്ങൾക്കും 631 രൂപയാണ് സർ കേന്ദ്രത്തിൻ്റെ പ്രീമിയം. ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് സർ. ചികിത്സ ഞാൻ പറഞ്ഞതുപോലെ പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ 2,62,571 ഗുണഭോക്താക്കളായിരുന്നു ചികിത്സ നേടിയിരുന്നത്. എന്നാൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിരന്തരമായി നടത്തിയ അവബോധ പ്രവർത്തനങ്ങളിലൂടെ പദ്ധതി പ്രകാരം ചികിത്സ തേടുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2023-24 കാലയളവിൽ 2,62,62,000 എന്നുള്ളത് 6,39,955 ഗുണഭോക്താക്കളും 2024-25 കാലയളവിൽ ഇതുവരെ 1,07,396 ഗുണഭോക്താക്കളും പദ്ധതി പ്രകാരമുള്ള ചികിത്സ നേടിയിട്ടുണ്ട് സർ. 42,40,50,000 കുടുംബങ്ങളാണ് സംസ്ഥാനത്ത് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ സർ. ഇതിൽ ഈ 23 ലക്ഷത്തിൽ ചില്ലുവാനം കുടുംബങ്ങൾക്കാണ് കേന്ദ്ര വിഹിതം ലഭ്യമാകുന്നത്. അത് കേന്ദ്രത്തിന്റെ പ്രീമിയം ഞാൻ നേരത്തെ പറഞ്ഞു 631 രൂപയാണ് സർ. സർ, ഞാൻ തന്നെ ഇതിനു മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നേരിട്ട് പോയി കാണുകയും സംസ്ഥാനത്തിന്റെ റെപ്രസെന്റേഷൻ നൽകുകയും കൂടുതൽ ആളുകളെ ഈ കാസ്പിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളത് പറയുകയുണ്ടായി. പക്ഷേ അതിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം അന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ അത് തുടർന്നും കൂടുതൽ ആളുകൾക്ക് ഈ ഒരു പരിരക്ഷ ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം തുടർന്നു കൊണ്ടുപോരണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് സർ. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 344 കോടി രൂപയാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് കാസ്പ് വഴിയായിട്ട് വിതരണം ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ 25/6/2024 തീയതിയിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ചത് 100 കോടി രൂപ കൂടി ഇപ്പോൾ ധനകാര്യ വകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സാമ്പത്തിക വർഷം മാത്രം 444 കോടി രൂപയാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി കാസ്പിലൂടെ നമ്മൾ വിതരണം ചെയ്യാനായിട്ട് പോകുന്നത് സർ. ഈ കാസർഗോഡ് മേഖലയിലെ വിഷയം പ്രത്യേകമായിട്ട് സംസ്ഥാന സർക്കാർ കാണുന്നുണ്ട്. കാരണം ഇതിനു മുൻപ് ഒരു 3 വർഷം മുൻപ് വരെ കേന്ദ്രം കൂടി നമുക്ക് ഇതിനൊരു ഫണ്ട് നൽകുമായിരുന്നു. പ്രത്യേകിച്ച് എൻഡോസൾഫാൻ വിക്ടിംസ് ആയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിന്റെ ഒരു പിന്തുണ കൂടി 60-40 എന്നുള്ള നിലയിൽ 60 കേന്ദ്രവും 40 സംസ്ഥാനവും NHMന്റെ ഭാഗമായിട്ട് അവർ അതിനു വേണ്ടിയിട്ട് പണം അനുവദിച്ചിരുന്നു. എന്നാൽ 2022 അതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവാങ്ങുകയുണ്ടായി സാർ. ഒരു ദിവസം ഞങ്ങളിനി ഈ പദ്ധതിയിലില്ല, ഇനി നിങ്ങൾ തന്നെ ഇത് കൊടുത്തുകൊള്ളൂ എന്നുള്ള നിലപാട് കേന്ദ്രം സ്വീകരിച്ചു. ആ ഒരു വർഷം ആരോഗ്യ വകുപ്പ് തന്നെ ആദ്യ വർഷം ആ ഫണ്ട് നൽകുന്ന രീതി ഉണ്ടായി. പിന്നീട് തുടർന്ന് നമുക്കത് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ധനവകുപ്പുമായിട്ട് ഈ വിഷയം ടേക്കപ്പ് ചെയ്യുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ധനവകുപ്പും ആരോഗ്യ വകുപ്പും കൂടി ആലോചിച്ച് ധനവകുപ്പ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന് നിലവിൽ എൻഡോസൾഫാൻ വിക്ടിംസിന് വേണ്ടിയിട്ടുള്ള ധനസഹായത്തിന്റെ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ഉള്ളതിൽ അതിൽ പണം നൽകിക്കൊണ്ട് കേരളത്തിന് പുറത്തുള്ള മംഗലാപുരത്തുള്ള ആശുപത്രികളിൽ ചികിത്സ തേടുന്ന എൻഡോസൾഫാൻ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടി ധനസഹായം ലഭിക്കുന്ന നിലയിൽ അവർക്ക് കൂടി ഇതിൽ നിന്ന് അങ്ങനെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പണം അനുവദിക്കുന്ന ഒരു നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് തുടർന്ന് പോരുന്നുണ്ട് സർ. ഈ കാസ്പിൽ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ കാസർഗോഡ് പോലെ തന്നെ അതിർത്തി ജില്ലകളിലെ ഗുണഭോക്താക്കൾ ഏറെ ആശ്രയിക്കുന്ന കർണാടക സംസ്ഥാനത്തെ മംഗലാപുരത്തെ NFA മെഡിക്കൽ കോളേജ് ആശുപത്രി കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സർ. ഇതിലൊരു കാര്യമുണ്ട്, ഈ കാർഡ് ഹോൾഡേഴ്സിന്, കാസ്പിന്റെ കാർഡ് ഹോൾഡേഴ്സിന് മംഗലാപുരത്ത് കർണാടക സംസ്ഥാനം എംപാനൽ ചെയ്ത ആശുപത്രികൾ ഉണ്ടെങ്കിൽ നമ്മുടെ കാർഡുമായി അവർക്ക് അവരുടെ പാക്കേജ്, കർണാടക സ്റ്റേറ്റിലുള്ള പാക്കേജ് പ്രകാരം ചികിത്സ തേടുന്നതിന് കഴിയും. തീർച്ചയായിട്ടും പ്രത്യേക പ്രാധാന്യത്തോടെ തന്നെയാണ്. കാരണം എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്നുള്ളതാണ് സംസ്ഥാന നയം. അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടർന്നു പോരുന്നുണ്ട്.